കൊല്ലം ശ്രീ പിഷാരിക്കാവ് ക്ഷേത്രോത്സവം മാർച്ച് 24-ന് കൊടിയേറും. മാർച്ച് 31-നാണ് കാളിയാട്ടം. ക്ഷേത്രത്തിലെ കാരണവത്തറയിൽ എടമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും പൊറ്റമ്മൽ നമ്പീശന്റെയും നേതൃത്വത്തിൽ നടന്ന കാളിയാട്ടം കുറിക്കൽ ചടങ്ങിലേക്ക് നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. ഉത്തര മലബാറിലെ പ്രശസ്ത ദേവീക്ഷേത്രമായ കൊല്ലം ശ്രീ പിഷാരിക്കാവ് ക്ഷേത്രോത്സവം മാർച്ച് 24 ഞായറാഴ്ച കൊടിയേറും. മാർച്ച് 31-നാണ് കാളിയാട്ടം. ക്ഷേത്രത്തിലെ കാരണവത്തറയിൽ എടമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും പൊറ്റമ്മൽ നമ്പീശന്റെയും നേതൃത്വത്തിൽ നടന്ന കാളിയാട്ടം കുറിക്കൽ ചടങ്ങിലേക്ക് നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ പുനത്തിൽ നാരായണൻകുട്ടി നായർ കാളിയാട്ടം കുറിക്കൽ ചടങ്ങിനെ സംബന്ധിച്ച് പറയുന്നു. ഈ പിഷാരിക്കാവ് ക്ഷേത്രത്തിലെ വർഷം തോറുമുള്ള കാളിയാട്ട മഹോത്സവം, അതിന് മുന്നോടിയായി ഒരു കളിയാട്ടം കുറിക്കൽ എന്നൊരു ചടങ്ങുണ്ട്. അത് ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി കബഡി നിരത്തി മുഹൂർത്തവും ദിവസമെല്ലാം കണ്ട് പൊറ്റമ്മൽ നമ്പീശൻ്റെ നേതൃത്വത്തിലാണ് കളിയാട്ടം കുറിക്കുന്നത്. അല്ലാതെ മുൻകൂട്ടി നമുക്ക് ഡേറ്റ് പ്രവചിക്കാൻ പറ്റില്ല. കളിയാട്ടം കുറിച്ച ദിവസം അന്ന് രാത്രി അത്താഴപൂജ കഴിഞ്ഞ് ഭഗവതിക്ക് ഭഗവതീൻ്റെ മുമ്പിൽ അറിയിച്ചതിൻ്റെ ശേഷം മാത്രമേ പുറത്ത് കളിയാട്ടം കുറിച്ച വിവരം അറിയിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ്. വിളക്ക് തുടങ്ങി 8 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവം, ലാസ്റ്റ് 2 ദിവസം വലിയ വിളക്കും കളിയാട്ടവും. ക്ഷേത്രം മേൽശാന്തി നാരായണൻ മൂസത്ത്, ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളായ മുണ്ടക്കൽ ഉണ്ണികൃഷ്ണൻ നായർ, ER ഉണ്ണികൃഷ്ണൻ നായർ, വാഴയിൽ മാധവൻ നായർ, അപ്പു നായർ, ഇളയടത്ത് വേണുഗോപാൽ, കീഴയിൽ ബാലൻ, പണ്ടാരക്കണ്ടി ബാലകൃഷ്ണൻ, TK രാജേഷ്, പ്രമോദ് തുന്നോത്ത്, NV കൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇത്തവണത്തെ കാളിയാട്ട മഹോത്സവത്തിന്റെ സവിശേഷതയെക്കുറിച്ച് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ UV കുമാരൻ പറയുന്നു. ഈ പ്രാവശ്യത്തെ കാളിയാട്ട മഹോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രസ്റ്റ് ബോർഡ് തീരുമാനപ്രകാരം നാന്തകം എഴുന്നള്ളിക്കുന്ന ആനയ്ക്ക് കിട്ടുന്ന നെറ്റിപ്പട്ടത്തിന് പുതിയ നെറ്റിപ്പട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം നടത്തുന്നത്. ഏകദേശം 300 പവൻ തൂക്കം വരുന്ന നെറ്റിപ്പട്ടം ദിവസത്തിൽ റെഡിയായി കഴിഞ്ഞു. ഈ നാട്ടിലെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹം ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നാളെ ചേർന്ന ട്രസ്റ്റ് ബോർഡ് മീറ്റിംഗ് ചേർന്ന് എല്ലാ യുദ്ധകാലാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി തീരുമാനിക്കും. ഇനി ഉത്സവ നാളുകൾക്കും കാളിയാട്ടത്തിനുമുള്ള കാത്തിരിപ്പിലായിരിക്കും നാടും നഗരവും.